50-60 വയസ്സൊക്കെ ആകുമ്പോൾ നമുക്ക് പതിയെ നമ്മുടെ മെമ്മറി ലോസ് വരും. അത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുള്ളതാണ്. ആ സമയത്ത് നീ ആരാണ്, എന്താ പേര്, ഞാൻ ഓർക്കുന്നില്ലല്ലോ എന്ന് പറയുന്ന കാലഘട്ടം വരെ വെയിറ്റ് ചെയ്യരുത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ചെയ്ത് തീർത്തതിന് ശേഷം ആ ഓർമ്മയില്ലായ്മയിലേക്ക് പതിയെ മടങ്ങുക. ജീവിക്കുമ്പോൾ നമ്മളായിട്ട് ജീവിക്കുന്നേ. തീർച്ചയായും. കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ് മറ്റൊരാൾക്ക് നമ്മുടെ എന്ത് സാധനം എടുത്ത് കളയാം എന്നുള്ള ഒരു ഇതിലേക്ക് നമ്മൾ നിന്നു കൊടുക്കുന്നു. സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ ഒരു പരിധി കവിഞ്ഞ് ആർക്ക് കൊടുക്കുന്നു, അവർ നമ്മളെ ആ കൊടുത്തതിൻ്റെ ഇരട്ടി, 10 ഇരട്ടി, 100 ഇരട്ടി അവർ വേദന തിരിച്ചു തരും. ഒന്നും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നില്ല, പക്ഷെ ചിലരിൽ മാത്രം നിൽക്കും. അങ്ങനെയുള്ളവരെ നിങ്ങൾക്ക് കിട്ടുമോ? കിട്ടുന്നവൻ ഭാഗ്യവതി. അത് കിട്ടിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയുകയില്ല. അതാണ് ശരിക്കുള്ള സത്യം. ആ സത്യം തിരിച്ചറിയാതെ, അതിൻ്റെ വാല്യൂ തിരിച്ചറിയാതെ അവരിട്ടിട്ട് പോയിട്ട് ഏതെങ്കിലും ഒരു കുപ്പത്തൊട്ടിൽ വീണിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ടു. അവരുടെ ഓർമ്മകളെ ഉണർത്താൻ പറ്റുന്ന ഒരാളായിട്ട്, അവർ മറന്ന ഓർമ്മകളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒരാളായിട്ട്. സത്യത്തിൽ ഭ്രാന്തി ഇവർക്കല്ല. അവർക്ക് ഭ്രാന്തിനെ മനസ്സിലാക്കാനുള്ള ബുദ്ധി വളർച്ച അല്ലെങ്കിൽ അവരുടെ ബ്രെയിൻ അവരെ ഫേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഹെൽപ്പ് എടുക്കുമ്പോൾ ഞാൻ ആ അവസ്ഥയിൽ നിന്ന് വീണ്ടും മോശമാകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇവർ മനസ്സിലാക്കുന്നില്ല. അവർ നമ്മളിൽ കുറ്റം ആരോപിക്കും. ഒരു ദിവസം ഞങ്ങളിങ്ങനെ ഇനി ആരാണ്, നമുക്ക് കുറച്ചൊരു ഹോണസ്റ്റ് ആയിട്ടുള്ള കോൺവെർസേഷൻസ് ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ശീലം. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന ഒരിക്കലും മാം റിപ്ലൈ അയക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ്. ബിക്കോസ് അപ്പോൾ ഞാൻ എക്സ്പെക്റ്റേ ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ മെസ്സേജ് അയച്ചു, മാം എനിക്ക് റിപ്ലൈ അയച്ചു. ഐ മീൻ ഷീല എനിക്ക് റിപ്ലൈ അയച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു വേറെ ഒരു എന്തെങ്കിലും തരത്തിൽ അത് കോംപ്ലിക്കേറ്റഡ് ആക്കാതെ നമുക്ക് ഇന്ന സമയത്ത് ചെയ്യാം, ഈ ഒരു ഡേറ്റ്സ് ഒക്കെ ആകുമ്പോൾ ഓക്കെ ആയിരിക്കും. അങ്ങനെ എനിക്കൊരു ഈസി ഒരു ജേണി ആയിരുന്നു. അപ്പോൾ ഐ ആം വെരി താങ്ക്ഫുൾ അതിന്. ഇപ്പോൾ വീട്ടിലെ കുറച്ച് ഇങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു വീട്, തോട്ടത്തിൽ നിന്ന് കുറേ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവന്ന്. അപ്പോൾ എത്രത്തോളം ഹോം മേക്കർ എന്നുള്ള ഒരു പൊസിഷൻ എൻജോയ് ചെയ്യുന്നുണ്ട്? അതോ 100% ഉണ്ട്, ഭയങ്കര ഇഷ്ടമാണ് അത് ചെയ്യാൻ? ഇഷ്ടമായിട്ടല്ല, അങ്ങനെ എൻ്റെ കൈ എത്തണം അങ്ങനെയല്ല, ആക്കപ്പെട്ടതാവാം ഒരു പക്ഷേ. ഓക്കെ. കാരണം ഞാൻ കൂടുതലും വീട്ടിലാണ് ഇരുന്നിട്ടുള്ളത്, വീട്ടിലാണ് ഇരുന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു ദിവസത്തിൻ്റെ 24 hours ഉണ്ടെങ്കിൽ ഞാൻ അതിലൊരു മണിക്കൂർ എണ്ണി നോക്കിയാൽ ഒരു 20 മണിക്കൂറും സ്പെൻഡ് ചെയ്യുന്നത് വീട്ടിൽ തന്നെ ആയിരിക്കും. അതാണ് അങ്ങ് ഞാൻ കണ്ടീഷൻഡായി, അതിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഓക്കെ. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പം ഞാൻ ആ ഒരു സ്പേസിൽ നിന്ന് വന്ന് കല്യാണത്തിന് ശേഷം വീട്ടിലിരുന്ന് കുട്ടികളെ നോക്കി അങ്ങനെ ഇരുന്ന് ഞാൻ അതുമായിട്ട് പൊരുത്തപ്പെട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോഴും എന്നോട് ചോദിച്ചാൽ എവിടെയെങ്കിലും പോയാൽ ഞാൻ പെട്ടെന്ന് വീട്ടിലെത്താനായിട്ട് ആഗ്രഹിക്കും. നമ്മൾ അങ്ങനെയാണ്. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ വീടിങ്ങനെ തലയിലേറ്റി കൊണ്ടുപോകുന്ന ഒരാളാണോ? അത് അവിടെ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ അവിടെ എന്തായിട്ടുണ്ടാവും, ഇപ്പം മോൻ വന്നിട്ടുണ്ടാവോ, ഇതായിണ്ടാവോ, ഭക്ഷണം ഇങ്ങനെ ഭയങ്കര അതെല്ലേ? അപ്പോൾ എനിക്കെല്ലാം എല്ലാവരും ചിന്തിക്കുന്നത്, എൻ്റെ വീടിൻ്റെ ഒക്കെ വീഡിയോ ഒക്കെ വരുമ്പോൾ ഓരോരുത്തരുടെ കമൻസാണ്, ഇവരിരുന്നിട്ട് വലിയ പറയുന്നു, ഇവർക്ക് അവിടെ ഫുള്ള് ജോലിക്കാർ കാണും. പക്ഷെ ഞാൻ സത്യം പറഞ്ഞാൽ വീട്ടിലുണ്ട് ഒരാളേ ഉള്ളൂ, ഒരു ജോലിക്കാരി ഉണ്ട്. പക്ഷേ എനിക്കല്ല എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യണം. എനിക്കെല്ലാം ഞാൻ തന്നെ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. എനിക്കൊരാൾ എനിക്ക് ചെയ്തു തന്നാൽ ഞാൻ കംഫർട്ടബിളേ അല്ല. അത് ഓരോ വ്യക്തിയായിട്ട് കാണുക ഓരോരുത്തരെ, അല്ലാണ്ട് എല്ലാ റിച്ച്നെസ്സിൽ അളക്കരുത് ഒരു വ്യക്തിയെ. ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് കാണുക, ഒരു ഇൻഡിവിജ്വലായിട്ട് കാണുക. എനിക്ക് എൻ്റെ തുണി ഞാൻ കഴുകുന്നത്. ഇപ്പോൾ ഈ ഇട്ടിരിക്കുന്ന ചുരിദാർ ഞാൻ ചെന്നിട്ട് ഞാൻ തന്നെ കൈകൊണ്ട് ഇത് ചെയ്യുന്ന ആളാണ്. കാരണം എനിക്കതാണ് ഇഷ്ടം. അപ്പോൾ എന്തുകൊണ്ടാണ് എല്ലാവരും ഈ എല്ലാത്തിനെയും പൈസയിലും റിച്ച്നെസ്സിലും അളക്കുന്നത്? എന്തിനാണ്? ജീവിക്കുക, മനുഷ്യരായിട്ട് ജീവിക്കുക എന്നേ ഞാൻ എല്ലാവരോടും പറയുള്ളൂ. നിങ്ങളൊക്കെ എന്താണോ ചെയ്യുന്നത് അതൊക്കെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയില്ല. പിന്നെ ഒരു വലിയ വീട്ടിലിരുന്ന് ചെയ്യുന്നു, വ്യത്യാസമുള്ളൂ. അലക്കലിൽ തന്നെയാണ് ഞാനിത് അലക്കുന്നത്. അതെയോ? വീട്ടിൽ മേളിൽ ഞാൻ ഇങ്ങനെ കല്ലുണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ ഡ്രസ്സുകളൊക്കെ ഞാൻ തന്നെ കഴുകിയിടും. എല്ലാ കാര്യവും തന്നെ ചെയ്യുന്നതാണ് ഇഷ്ടം. അതുപോലെ തുടക്കി തൂക്കലൊക്കെ ആണെങ്കിലും ചെയ്യാൻ ആളോ ഹെൽപ്പിന്. എനിക്ക് അത്രയും വലിയ വീട് ഇതെല്ലാം ചെയ്യാൻ പറ്റില്ല. സ്റ്റിൽ എൻ്റെ മുറി ഞാൻ ചെയ്യാറുണ്ട്. എൻ്റെ മുറി ഞാനാണ്. എനിക്കൊരു മുറിയുണ്ട് എൻ്റെ വീട്ടിൽ. അത് ഇവിടുത്തെ വീട്ടിലുണ്ട്, ബോംബെയിലെ വീട്ടിലുണ്ട്. അപ്പം ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം അല്ലാതെ എനിക്കൊരു മുറിയുണ്ട്. അത് റിച്ച്നെസ് ആണെന്ന് വേണേൽ പറഞ്ഞു, കുഴപ്പമില്ല. നിനക്ക് കാശുള്ളതുകൊണ്ടല്ലേ എനിക്കാണെങ്കിൽ മുറി ഇടാൻ, കുഴപ്പമില്ല, അപ്പോൾ അത്രയെങ്കിലും ഞാൻ എൻജോയ് ആയിക്കോട്ടെ. അപ്പോൾ ആ മുറി എനിക്ക് പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ ആ മുറി ജോലിക്കാരെ കൊണ്ട് ക്ലീൻ ചെയ്യിപ്പിക്കാറ്. അതെന്താ മുറിയിലുള്ള ഡ്രസ്സാണോ? ട്രങ്ക് പെട്ടി എന്ന് പറഞ്ഞില്ലേ, അതൊരു മുറി ആയതാണ് ഇപ്പോൾ അല്ലേ? എൻ്റെ കുഞ്ഞു ട്രങ്ക് പെട്ടി അന്ന് എൻ്റെ അപ്പനെടുത്ത് കളഞ്ഞതോടുകൂടി ഞാൻ അന്ന് തൊട്ട് എൻ്റെ ആഗ്രഹമായിരുന്നു, എനിക്ക് സ്പേസ് വേണം. എൻ്റെ സാധനങ്ങളൊന്നും എടുത്ത് കളയലാത്ത എൻ്റെ മുറിയിലേക്ക് ആരെയും ഞാൻ കയറ്റാറില്ല.
എൻ്റെ സ്പേസ്, എൻ്റെ സാധനങ്ങൾ അവിടെ തന്നെ. എൻ്റെ മക്കൾ പോലും വന്ന് അത് എടുത്ത് കളയരുത്. കാരണം എനിക്കത് അന്ന് അത്ര ഹേർട്ടായി. അന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു എനിക്ക് പൈസ ഉണ്ടാകുമ്പോൾ ഞാൻ എനിക്ക് വേണ്ടി ഒരു സ്പേസ് ഫ്രീ വേണം എനിക്ക്. അപ്പം എൻ്റെ ഇത്രയും വലിയ വീട്ടിലും എനിക്ക് എൻ്റെ കുഞ്ഞു മുറിയാണ് എൻ്റെ ലോകം. എന്ത് ചെയ്യും മുറിയിലിരുന്ന്? ഞാൻ അവിടെ ഇങ്ങനെ എൻ്റെ പഴയ കാലത്തെ എൻ്റെ സിനിമ തുടങ്ങിയപ്പോൾ തൊട്ടുള്ള ഈവൻ ആ മനോരമ വന്ന മോചിത്രം തൊട്ട് ഇങ്ങനെ ആൽബംസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫോട്ടോസ് പേപ്പർ കട്ട് ചെയ്ത് ആൽബത്തിലാക്കി അതെല്ലാം ഇങ്ങനെ ഇടയ്ക്കെടുത്ത് കാണും. ഇടയ്ക്ക് ഇങ്ങനെ ടി വി ഉണ്ട്, ടി വി കാണും. പിന്നെ ഞാൻ കുറച്ചിങ്ങനെ OCD ഉള്ള ഒരാളാണ്, ക്ലെൻലിനെസ് OCD. അപ്പോൾ കബോർഡ് ഇങ്ങനെ എനിക്കിങ്ങനെ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ അടുങ്ങിയിരിക്കും. ഈ ഒരു ലളിത പോലും വൃത്തിയായിട്ടിരിക്കും. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് അത് തുറന്നിയാക്കും, തുടയ്ക്കും, തൂക്കും. പിന്നെ എൻ്റെ ബാത്റൂം, എൻ്റെ സ്പേസ് എല്ലാം ഓരോ സാധനങ്ങൾക്കെല്ലാം അവിടെ ഓരോ സ്പേസ് ഉണ്ട്, അതെല്ലാം അവിടെ ഇരിക്കണം. അതെല്ലാം ചെയ്യുക എന്നുള്ളത് എൻ്റെ സന്തോഷമാണ്. പിന്നെ തയ്ക്കാൻ അറിയാം, തയ്യൽ മെഷീൻ ഉണ്ട്. ഈ മുറിയിൽ തന്നെ ഒരു തയ്യൽ മെഷീൻ ഉണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ കറക്ഷൻസ് ഒക്കെ ചെയ്യും, അല്ലാതെ കറക്ഷൻ ചെയ്യും, അഴുത്തൊക്കെ വെട്ടി ശരിയാക്കും, ഓൾട്ടറിങ് ചെയ്യും. പിന്നെ എന്താ പറയുക, കുഞ്ഞു ഉടുപ്പുകൾ തയ്ച്ചു ശ്രമിക്കും. ഇങ്ങനെ പെറ്റിക്കോട്ട് മനസ്സിലായി. എന്നിട്ട് അവിടെ സൂക്ഷിച്ചു വയ്ക്കും. അങ്ങനെ അതാണ് എൻ്റെ സ്പേസ് എന്ന് പറയുന്നത്. എന്തിനാണ് ആ മുറിയെന്ന് ചോദിച്ചില്ലേ? എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാനുള്ള ഇഷ്ടമുള്ളത് ചെയ്യാൻ ആരും ഒന്നും എൻ്റെ അടുത്ത് കളയരുത്. ഒരു ആക്ടറാണല്ലോ, അപ്പം നമുക്ക് എല്ലാവർക്കും ഒരു ആക്ടറിനെ കണ്ടിട്ടായിരിക്കും നമ്മളൊരു ആക്ടറാവാൻ വേണ്ടി മോഹിച്ചിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ചില പെർഫോമൻസസ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നും. അങ്ങനെ ഷീലു എന്നുള്ള ആക്ടറിന് ഇഷ്ടപ്പെട്ട ആക്ട്രസ് ആരാണ്? ഞാൻ തന്നെ. ആണോ? എനിക്ക് പൊതുവേ ഞാൻ ചെയ്തൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അയ്യോ എന്നാവേ. അപ്പോൾ പക്ഷെ കാണാൻ ഇഷ്ടമാണോ സ്വന്തമായി ചെയ്ത സിനിമകൾ? കാണേണ്ടി വരും. ഞാൻ എന്നെ തന്നെ ബെസ്റ്റാന്ന് പറഞ്ഞില്ലെങ്കിൽ വേറെ ആരും പറയും? തീർച്ചയായിട്ടും, അതെ, തീർച്ചയായിട്ടും. അപ്പം ഞാൻ ഷീലു അല്ലാതെ എന്ന് ചോദിച്ചാൽ ഇപ്പം ആരെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ? ഇപ്പം എനിക്ക് പഴയ കാലത്തുണ്ടായിരുന്ന ആൾക്കാരോടാണ് ഇഷ്ടം. ശോഭന ചേച്ചി, ഉർവശി ചേച്ചി, രേവതി ചേച്ചി, അവരുടെയൊക്കെ സിനിമകൾ ആണ് എൻ്റെ ഇപ്പോഴും ഞാൻ എൻജോയ് ചെയ്ത് കാണാറുള്ളത്. അവരെയാണ് ഞാൻ നല്ല നടികൾ എന്ന് വിളിക്കുന്നുള്ളൂ. ഒരു ഗൂസ് ബോംസ് വരുന്ന, അല്ലെങ്കിൽ നമുക്കൊരു അഡ്രിനാലിൻ റഷ് വരുന്ന കഥാപാത്രങ്ങൾ സ്ത്രീകൾ ചെയ്ത് കാണണം, അങ്ങനെ ഒരു സിനിമ ബാം ചെയ്യണം, അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് ആസ് എ ആക്ടർ, ഒരു വുമൻ ആക്ടർ എന്നുള്ള നിലയ്ക്ക്? അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ബോൾഡാവുക എന്നുള്ളതല്ല, പക്ഷേ അതായത് സ്ത്രീകൾ ബാക്ക് ബോൺ ആയിട്ടുള്ളൊരു സിനിമ, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ അതത് ടഫാണ്, അത് നമുക്ക് പൈസ പോകും. അതെ അല്ലേ? ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മളൊരു ആസ് എ പ്രൊഡ്യൂസർ നിന്നിട്ട് അത് ചെയ്യുമ്പം അതിൽ റിസ്ക് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മളത്. അല്ലാണ്ട് എനിക്ക് സ്ത്രീകളോ മുൻനിരയിൽ എത്തണമെന്നും സ്ത്രീകൾ എല്ലാ മേഖലയിലും വർക്ക് ചെയ്യണമെന്നും, ഇപ്പം സിനിമാ മേഖലയിൽ എല്ലാ മേഖലയിലും സ്ത്രീകളില്ല, വളരെ കുറവാണ്. അഭിനയത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ടെക്നിക്കൽ സൈഡിലാണെങ്കിലും പുരുഷന്മാർ നിൽക്കുന്നവർ സ്ത്രീകൾക്ക് നിൽക്കാൻ ഒരുപക്ഷെ ഫിസിക്കലി അവരത്രയും ഹെൽത്തി ആവണമെന്നില്ല, അത്രയും ആരോഗ്യം സ്ത്രീകൾക്കില്ല. പക്ഷെ സ്റ്റിൽ സ്ത്രീകൾക്കാവുന്ന അത്രയും വരണമെന്നും അവർ ചൂഷണത്തിന് ഇരയാകരുതെന്നും ഒക്കെയാണ് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷെ കാലം മാറുമ്പോൾ നടക്കുമായിരിക്കും, മുന്നോട്ട് വരും. റിസ്ക് ഉണ്ട് തന്നെയാണ്. റിസ്ക് ഉണ്ട് അല്ലേ? റിസ്ക് ഉണ്ട്, നല്ല റിസ്ക് ഉണ്ട്. ഇപ്പോൾ ഈ ലോകം നല്ല ഇതായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നല്ലോ. അതൊരു സ്ത്രീ കേന്ദ്രീകൃത സിനിമയാണ് എന്ന് പറയുന്നു. പക്ഷെ അതിൻ്റെ പിന്നിൽ ഒരു ടെക്നിക്കാലിറ്റിയും മേക്കിങ്ങിലും എല്ലാം ഭയങ്കര വലിയ സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഒരിക്കലും ഒരു സ്ത്രീ കേന്ദ്രീകൃത സിനിമ ആയതുകൊണ്ടല്ല അത് ഹിറ്റായത്. അതിൻ്റെ പിന്നിൽ പിന്നെ ഭയങ്കര വേറെ വലിയ ഒരു ടെക്നിക്കൽ ബ്രില്യൻസും കൂടെ ഉണ്ട്. ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്, പലപ്പോഴും ഒരു ഹോം മേക്കർ, പക്ഷേ ഒരു പെർസ്പെക്റ്റീവ് ഉള്ള കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്, പോലീസ് വേഷം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പം നേരത്തെ പറഞ്ഞു എൻ്റെ രീതിക്ക് ഇങ്ങനെ പോകാനാണ് ഇഷ്ടം. പക്ഷെ എന്നാലും ഇപ്പം എനിക്ക് രവീന്ദ്ര എന്ന് എവിടെയെങ്കിലും എനിക്ക് തോന്നി കുറച്ചും കൂടെ ഒരു കുശുമ്പ്, അങ്ങനത്തെ കുറച്ച് എന്താ പറയുക, എപ്പോഴും ഇങ്ങനെ പോസിറ്റീവ് എന്നല്ലാതെ ഒരു ഗ്രേ ഷെയ്ഡിൽ നിൽക്കുന്ന ക്യാരക്ടറാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇന്ന തരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ എനിക്കിഷ്ടമാണ്. അത്യാവശ്യം ആക്ഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ? പോലീസ് വേഷം ചെയ്തപ്പോഴൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിൽ കൂടെ ഈ ഒരു ഏരിയ എനിക്ക് എക്സ്പ്ലോർ ചെയ്താൽ കൊള്ളാം എന്നുണ്ട്, അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഒരു ഔട്ട് ആൻഡ് ഔട്ട് കോമഡിന്നോ അല്ലെങ്കിൽ ഒരു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹമുണ്ട്. എനിക്ക് ശരിക്കും ഞാനായിട്ടുള്ള ഒരു വേഷം കിട്ടിയിട്ടില്ല സത്യത്തിൽ. പോലീസ് വേഷമൊക്കെ ശരിക്കും അഭിനയമാണ്. ഞാൻ ശരിക്കും അതല്ല, ആസ് എ പേഴ്സൺ ഞാൻ അതെല്ലാം അഭിനയിക്കുവാണ്. അപ്പം എനിക്ക് ശരിക്കും ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഹ്യൂമൻ ബീങ് ആണ്, ഒരു സാധാരണ ഹൗസ് വൈഫ്. അങ്ങനെ ഒരു സാധാരണ സ്ത്രീയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പച്ചയായ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സിനിമ ചെയ്യണമെന്നുണ്ട്. രവീന്ദ്ര നീ എവിടെ അങ്ങനത്തെ ഒരു ഏതാണ്ട് അങ്ങനെയാണ്, പക്ഷെ ഒരു ഇച്ചിരി ഒരു അപ്പർ ക്ലാസ് ആണ്. പക്ഷെ എനിക്ക് വളരെ സാധാരണക്കാരിയായിട്ട് നിന്നിട്ടുള്ള കഥാപാത്രങ്ങളുണ്ടല്ലോ.
റിച്ച്നെസ് വിട്ടുകൊണ്ട് എല്ലാം റിച്ച് മാറ്റി പിടിക്കണം. ഓക്കെ, അങ്ങനെ തോന്നിയിട്ടുണ്ട്. എനിക്കെല്ലാം അങ്ങനെ റിച്ച് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. എനിക്ക് ഒരിക്കലും അല്ലാത്ത കിട്ടിയിട്ടില്ല. എന്നെ വിളിക്കുന്നില്ല ആരും. എല്ലാം ഈ ഒന്നേ കുശുമ്പ്, അല്ലെ കുറച്ചിങ്ങനെ ദേഷ്യമുള്ള, ഈ എന്താ പറയുക, ബോൾഡ് ആയിട്ടുള്ള. പക്ഷെ ശരിക്കും ഞാൻ ബോൾഡ് അല്ലെന്നേ. അതെ, പാവാ. എനിക്കിപ്പോ ഇത്രയും നേരം സംസാരിച്ചപ്പോ അത് മനസ്സിലാവുന്നു. എന്നെ ബോൾഡ് ആക്കി ആൾക്കാർ സൃഷ്ടിച്ചു ആക്കി വെക്കുവാണ്. പക്ഷെ അത് മാറ്റി പിടിക്കണം എന്നുണ്ട്, നടക്കുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഞാനിങ്ങനെ ഈ ആരും അടുപ്പിക്കാതെ നിൽക്കുന്നതുകൊണ്ടായിരിക്കും, ഇങ്ങനെ ഈ കുറച്ച് റിസർവ്ഡ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല. ഇപ്പോൾ ഉള്ള ഷീലുവിന് ഒരു സ്വീറ്റ് 17 years ആയ ഷീലുവിന് ഒരു ലെറ്റർ എഴുതുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു അഡ്വൈസ് കൊടുക്കുവാണെങ്കിൽ എന്തായിരിക്കും അതിൽ പറയാ? 17 ഉള്ള ഷീലുവിന് ഞാൻ കൊടുക്കുന്ന ഇപ്പോൾ ഉള്ള ഇപ്പൊ കുറച്ചും കൂടി ജീവിച്ചല്ലോ, അപ്പൊ എന്തായിരിക്കും പറയാ? അത് ഒറ്റ വാക്കിലൊന്നും പറഞ്ഞാൽ തീരില്ല. എന്നാലും കുറച്ച് കൂടുതൽ വാക്കെടുത്തോളൂ. നീയായിട്ടിരിക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സ്പേസ്, നിനക്ക് സ്പേസ് കൊടുത്തതിന് ശേഷം മാത്രം മറ്റുള്ളവരുടെ സ്പേസ് കൊടുക്കുകയും അവർ പറയുന്നത് കേൾക്കുകയും ചെയ്യുക. നീ നിന്നെ തന്നെ ആദ്യം അറിയുക. നീയായി ജീവിക്കുക, നിനക്ക് വേണ്ടി ജീവിക്കുക, നിനക്ക് വേണ്ടി കഴിക്കുക, നിനക്ക് വേണ്ടി ഉറങ്ങുക. ഒപ്പം കൂടെയുള്ളവരെ സ്നേഹിക്കുക. എല്ലാവരെയും സ്നേഹിക്കണ്ട, കരുണ മാത്രം മതി. കരുതിയാ മതി. കരുതൽ വേണം, സ്നേഹിക്കണ്ട. കാരണം സ്നേഹിച്ചാൽ അവർ നിന്നെ ചിലപ്പോൾ വേദനിപ്പിക്കും. ആരെയും സ്നേഹിക്കണ്ട. പേരൻസിനെ സ്നേഹിച്ചോളൂ, അത് നമ്മുടെ കടമ. അവർ തരുന്ന അതേ സ്നേഹം തിരിച്ചു കൊടുക്കുക എല്ലാവർക്കും, കരുണയോട് കൂടിയിട്ട്. സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ ഒരു പരിധി കവിഞ്ഞ് ആർക്ക് കൊടുക്കുന്നു, അവർ നമ്മളെ ആ കൊടുത്തതിൻ്റെ ഇരട്ടി, 10 ഇരട്ടി, 100 ഇരട്ടി അവർ വേദന തിരിച്ചു തരും. സ്നേഹിക്കുമ്പോൾ നമ്മൾ വേദനിക്കാനുള്ളൊരു ടൂളും കൂടിയാണ് കൊടുക്കുന്നത്. നമ്മളെ തന്നെ അവർക്ക്, നമ്മൾ അങ്ങനെ വൾണറബിളായിട്ട് നിന്ന് കൊടുക്കണ്ട എന്നാണ് ഈ 17 years ഉള്ള ഷീലുവിനോട് എനിക്ക് പറയാനുള്ളത്. വൾണറബിൾ ആകും നമ്മൾ. എന്നാൽ എൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്. ഞാൻ എന്നെ സ്നേഹിക്കുന്നവരുടെ അടുത്ത് ഞാൻ ആ ഒരു ആളോട് ആ ബന്ധത്തിൽ ഞാൻ ഭയങ്കര വൾണറബിളാകും. അതെനിക്ക് വേദന തന്നെ തരും. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും, നമ്മൾ പൈസ എടുത്ത് തരണമെന്നോ അവർ നമുക്ക് സ്ഥലം എഴുതി തരണമെന്നോ സ്വർണം മേടിച്ച് തരണമെന്നോ അല്ല ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നമ്മൾ വിളിക്കുമ്പോൾ അവർ ഫോൺ എടുക്കണമെന്നും നമ്മൾ കൊടുക്കുന്ന അതേ സ്നേഹം തിരിച്ചറിയണമെന്നും ഒക്കെ നമ്മൾ ആഗ്രഹിക്കും. പക്ഷെ അവരൊക്കെ അങ്ങനെ ആവണം എന്നില്ല. അവർക്ക് തിരക്കുകളിൽപ്പെട്ട് അവർക്ക് പ്രയോറിറ്റീസ് മാറും ലൈഫ്. പക്ഷേ എനിക്ക് എൻ്റെ പ്രയോറിറ്റീസ് മാറാത്ത ഒരാളാണ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു സ്പേസ് ഉണ്ട്, സ്പേസിൽ നിൽക്കുന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞില്ലേ, അവിടുന്ന് ഞാൻ താഴേക്ക് ഇറങ്ങുന്നില്ല, മുകളിലേക്ക് കയറുന്നുമില്ല. ആ സ്പേസിൽ നിൽക്കുന്ന ആസ് എ വ്യക്തിയാണ് ഞാൻ പറഞ്ഞത്. അപ്പം തിരിച്ച് നമ്മൾ അത് പ്രതീക്ഷിക്കാതെ ഞാൻ പറഞ്ഞത് ഇതാണ്. ഈ 17 വയസ്സുള്ള ഷീലുവിനോട് ഞാൻ പറയുന്നത്, കരുതൽ, കരുണയുണ്ടാകൂ, ഒരുപാട് സ്നേഹിക്കണ്ട. നീ നിന്നെ തന്നെ സ്നേഹിക്കൂ, നിന്നെ അറിയൂ, നീ ജീവിക്കൂ, നിനക്ക് ഇഷ്ടമുള്ളത് കഴിക്കൂ, ഇഷ്ടമുള്ള ഡ്രസ്സുകൾ ഇടൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഞാൻ എന്ത് കഴിക്കണം, എന്ത് ഇടണം, എന്ത് വസ്ത്രം ധരിക്കണം എന്ന് വേറൊരാൾ തീരുമാനിക്കണ്ട. അവിടെയാണ് നീ ജീവിച്ചു തുടങ്ങുന്നത്. എന്നിട്ട് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകാൻ ശ്രമിക്കൂ. അതാണ് ഏറ്റവും വലിയ ഉപദേശം എനിക്ക് പെൺകുട്ടികളോടും മക്കളോടും 17-കാരി ഷീലുവിനോടും ഒക്കെ എനിക്ക് പറയാനുള്ളത്. നീ ആകുമ്പോഴാണ് നിനക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകാനുള്ള സ്പേസ് ഉണ്ടാവുള്ളൂ. അല്ലെ നീ ഇങ്ങനെ പൈസ ചോദിച്ചുകൊണ്ടേയിരിക്കും. നീ വർക്ക് ചെയ്തുണ്ടാക്കുന്ന കാശ് കൊണ്ട് നീ ഒരാളുടെ ഏൽപ്പിക്കാൻ പോയാൽ നീ അയാളുടെ അടുത്ത് നീ താന്ന് തന്നെ നിൽക്കേണ്ടി വരും. പിന്നീട് ആ പൈസ നമ്മൾ തന്നെ ഇരന്ന് ചോദിക്കേണ്ടി വരും. ഞാൻ തന്ന പൈസ എനിക്ക് തിരിച്ചു തരുമോ, എനിക്ക് ഇത്ര സാധനം വാങ്ങാനുണ്ട്, എനിക്ക് ഇന്നടത്തുനിന്ന് ഇത് വാങ്ങാനുണ്ട്, ഇന്നടത്ത് പോകാനുണ്ട്. ഒരിക്കലും അത് ചെയ്യരുത്. നീ കല്യാണം കഴിക്കുന്നതിന് മുൻപ് നീ ഇൻഡിപെൻഡൻ്റായി നിൻ്റെ പേരിൽ അക്കൗണ്ട് ഉണ്ടാവണം. അതിന് നീ ഉണ്ടാക്കുന്ന പൈസ നീ അതിലിട്ടിരിക്കണം. അതിൻ്റെ അവകാശം നീ മാത്രമായിരിക്കണം. അത് നീ ആർക്ക് കൊടുക്കണം, എവിടെ സ്പെൻഡ് ചെയ്യണമെന്ന് നീ തന്നെ തീരുമാനിക്കണം. അതാണ് എനിക്ക് ആരും ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ടാവരുത്. അതാണ് എനിക്ക് സ്ത്രീകളോടും പെൺകുട്ടികളോടും ഏറ്റവും അത്യാവശ്യമായിട്ട് കൊടുക്കേണ്ട എൻ്റെ ഇത്രയും വർഷത്തെ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ചത്. എൻ്റെ ഭർത്താവ് എനിക്ക് തരുന്നില്ല എന്നല്ല കേട്ടോ. എനിക്ക് കല്യാണം കഴിച്ചപ്പോൾ തൊട്ട് എനിക്ക് വേണ്ടുന്ന എല്ലാം തരുന്ന ഒരു മനുഷ്യനാണ്. എത്ര രൂപ ചോദിച്ചാലും തരും, എന്ത് മേടിച്ച് ചോദിച്ചാലും തരും. സിനിമയൊക്കെ ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കാരുണ്യമാണ്. പക്ഷേ സ്റ്റിൽ ഞാനിപ്പം റെസ്പോൺസിബിൾ ആണ് അല്ലേ. പക്ഷേ ഈ വയസ്സിൽ നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലായത്, നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന കാശും നമ്മൾ സ്വന്തമായിട്ട് അത് ഉപയോഗിക്കുമ്പോഴുള്ള ഒരു സന്തോഷമുണ്ടല്ലോ, അത് ഭയങ്കര വലുതാണ്. സോ അത് നേടിക്കഴിഞ്ഞാൽ നമ്മൾ വിവാഹശേഷവും നമുക്ക് ഹാപ്പി ആകാനുള്ളൊരു സ്പേസ് ഉണ്ടാവും. അല്ലെ നമ്മളിങ്ങനെ ഒരു അടിമ പോലെ നമ്മളായിപ്പോൾ ഒരു സ്ത്രീകളും അങ്ങനെ ആവരുത്.
എനിക്കറിയില്ല ഫരാദനെ എങ്ങനെയാണ് കാണുന്നത്. തീർച്ചയായിട്ടും. ഇപ്പം വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു മാരേജിൽ നിൽക്കുന്ന ആളാണ് ഷീലു. പക്ഷേ എന്നാൽ പോലും ചിലപ്പോൾ നമുക്ക് ആലോചിക്കുന്ന സമയത്ത് ചിലപ്പം മാരേജ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ്ലി ശരിയാണ്, അല്ലെങ്കിൽ അതെല്ലാവരും ചെയ്യേണ്ട കാര്യമാണ് എന്നൊന്നും എല്ലാവർക്കും അഭിപ്രായം ഉണ്ടാവണമെന്നില്ല. ഹാപ്പി മാരേജസിൽ നിൽക്കുന്ന ആൾക്കാർക്ക് പോലും. എങ്ങനെയാണ് മാരേജ് എന്ന് പറഞ്ഞ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കാണുന്നത്? അത് എല്ലാവരും ഒരു പ്രായത്തിൽ കല്യാണം കഴിച്ച് ഫാമിലിയായിട്ട് സെറ്റിൽ ആവണം എന്ന് വിചാരിക്കുന്ന ഒരാളാണോ, അതോ അൾട്ടിമേറ്റ്ലി നിങ്ങളെ സന്തോഷം അങ്ങനെ വിചാരിക്കുന്ന ആളാണോ? അങ്ങനെയൊക്കെ പണ്ട് വിചാരിച്ചിരുന്നു. ആ. ഇപ്പം എൻ്റെ ചിന്തകളൊക്കെ മാറി തുടങ്ങി. മാറി. ഇത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഓരോ കാലഘട്ടങ്ങളിൽ കൂടെ പോകുമ്പോൾ ഞാൻ എൻ്റെ 20s ചിന്തിക്കുമായിരുന്നു, അയ്യോ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഏറ്റവും വലുത് ഭർത്താവ്, കുട്ടികൾ, കല്യാണം ഇതൊക്കെയാണെന്ന് ചിന്തിക്കുമായിരുന്നു. 30s ആയപ്പോൾ എൻ്റെ കാഴ്ചപ്പാട് മാറി തുടങ്ങി. 40s ആയപ്പോൾ എൻ്റെ കാഴ്ചപ്പാട് ഇപ്പം മാറി നിൽക്കുവാണ്. അപ്പം ഞാൻ പറയുന്നത് മാരേജ് എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആവശ്യമാണ്. എന്തിനാണ്? നമുക്ക് നമ്മുടേതെന്ന് പറയാൻ ആരെങ്കിലുമൊക്കെ വേണം. ഇതെൻ്റെ സ്വന്തമാണ് കേട്ടോ എന്ന് പറയാൻ. ഇപ്പം എനിക്ക് ഭരയെ കാണിച്ചിട്ട് ഇതെൻ്റെ ഫ്രണ്ടാണെന്ന് പറയാം, അല്ലേ? അതെ. ഇതെൻ്റെ എൻ്റെ കൂട്ടുകാരിയാണ്, എൻ്റെ കൂടപ്പിറപ്പാണെന്ന് പറയണമെങ്കിൽ അതുപോലൊരു അടുത്ത ബന്ധം നമുക്ക് വേണം. അതെ. അല്ലാതെ എനിക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ പക്ഷേ നമുക്ക് ഭർത്താവിനെ കാണിച്ചിട്ട് പറയാം ഇതെൻ്റെ ഭർത്താവാണ്, ഇതെൻ്റെ കുട്ടികൾ, എൻ്റെ മക്കളാന്ന് പറയാം. അതെ. എവിടെ നിന്നും പറയാം. അവർ നമ്മളെ തള്ളി പറഞ്ഞാലും പറയാം. അതാണ് പ്രപഞ്ച സത്യമാണത്. രക്തബന്ധത്തിൻ്റെ ആഴം അതാണ്. അതുകൊണ്ട് അതിന് ഞാനൊരു വാല്യൂ കൊടുക്കുന്നുണ്ട്. ആ രക്തബന്ധം ഉണ്ടാകണമെങ്കിൽ വിവാഹം കഴിച്ച് കുട്ടികളുണ്ടാവുക, എന്നാലാണ് ആ വാല്യൂസ് നിലനിൽക്കുള്ളൂ. വിവാഹം കഴിക്കാതെ കുട്ടികളുണ്ടായാലും രക്തബന്ധം തന്നെയാണ്. പക്ഷേ ആ വാല്യൂസിനെ സൊസൈറ്റി അംഗീകരിക്കില്ല, അല്ലെങ്കിൽ അതിനൊരു ദൃഢത ഉണ്ടാവില്ല. സോ അതുകൊണ്ട് വിവാഹമൊക്കെ വേണം, നമുക്ക് സ്വന്തം എന്ന് പറയാൻ മക്കൾ വേണം, ഭർത്താവ് വേണം. പക്ഷേ ഇതൊക്കെ നമ്മുടെ സ്പേസിൽ നിന്നുകൊണ്ടേ ചെയ്യാവൂ. ഇപ്പം ഞാൻ ഈ പറഞ്ഞ സാധനം നമ്മുടെ സന്തോഷത്തിനായിരിക്കണം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അത് സെൽഫ് ലവ് കാണിക്കുന്നത് സെൽഫിഷ് അല്ല, അല്ലേ? അല്ല അത് ഞാൻ പറഞ്ഞു. അതുപോലെ അല്ലെങ്കിൽ നമ്മൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം നമ്മൾ ആർക്കൊക്കെയോ വേണ്ടി ജീവിച്ചു തീർത്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപാട് അമ്മമാർ, എൻ്റെ അമ്മച്ചിയുടെയൊക്കെ കാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ എൻ്റെ അമ്മച്ചിയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ജീവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ആർക്കൊക്കെയോ വേണ്ടി, മക്കൾക്ക് വേണ്ടിയിട്ട്, ഹസ്ബൻഡിന് വേണ്ടിയിട്ട്, കുടുംബത്തിന്, അങ്ങനെ ഒത്തിരി അമ്മച്ചിമാർ ജീവിച്ച് മരിച്ചവരുണ്ട്. പിന്നെ ഇല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോഴാണ് സ്ത്രീകൾ കുറച്ചൊന്ന് അവർ സ്വയമായിട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങിയതും ജീവിതത്തെ മാറി ചിന്തിച്ച് കാണാൻ തുടങ്ങിയതും ഒക്കെ. അപ്പം എൻ്റെയും ചിന്തകൾ മാറി തുടങ്ങി. ഞാനും എൻ്റെ നല്ല പ്രായം ചോദിച്ചാൽ 20 വയസ്സ് 30 വയസ്സൊക്കെ ഞാനും എനിക്ക് വേണ്ടിയല്ല ജീവിച്ചത്. ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട്, കുടുംബത്തിന് വേണ്ടിയിട്ടൊക്കെ ജീവിച്ച് തീർത്തു. ഇപ്പം ഞാൻ 40s എത്തി നിൽക്കുമ്പോൾ ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചു എനിക്ക് തോന്നുവാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ തോന്നി തുടങ്ങുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇപ്പോഴും ഞാൻ എല്ലാം അറിയുന്ന ഒരാളല്ല. ഞാൻ ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴും ഓരോ വ്യക്തികളുമായിട്ട് ഇടപെടുമ്പോഴും അവരെന്നെ ഓരോ പാഠങ്ങൾ പഠിപ്പിക്കുമ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. പിന്നെ നമ്മളൊരു 60s ഒക്കെ എത്തുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ കുറച്ച് മെമ്മറി ലോസ് ഒക്കെ വരും. അപ്പോൾ വീണ്ടും നമ്മൾ കൊച്ചുകുട്ടിയായിട്ട് മാറും. അതുവരെ ഞാൻ വിചാരിക്കുന്നില്ല, പ്രായമായ ആൾക്കാർ പറയുന്നത് അവരുടെ അനുഭവത്തിൽ നിന്ന് പറയുന്നതായിരിക്കും. പക്ഷെ അവരൊരു 65 70s എത്തുമ്പോൾ അവരെന്ത് പറ്റും? അവരുടെ ഓർമ്മകളിൽ നിന്ന് ഓർമ്മകൾ താഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഇപ്പം നമുക്കുള്ള ഓർമ്മയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഇപ്പോഴത്തെ നമ്മുടെ ഓർമ്മയുണ്ടല്ലോ, ഈ ഓർമ്മയാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പോഴുള്ള നമ്മുടെ ബ്രെയിനിൻ്റെ കപ്പാസിറ്റി ലെവൽ, സെൽസ് ഉണ്ടല്ലോ, ആക്റ്റീവായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുക. അത് നമ്മുടെ സെൽസ് എല്ലാം ഡാമേജ് ആകാൻ തുടങ്ങി, നമ്മുടെ ഓർമ്മകൾ പോയി, മനുഷ്യന്മാരെയൊക്കെ മറന്നു തുടങ്ങി, അല്ലെങ്കിൽ നമ്മളെ കാണുമ്പോൾ എന്താ പേരെന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടം വരും എല്ലാവരുടെ ലൈഫിൽ. 50-60 വയസ്സൊക്കെ ആകുമ്പോൾ നമുക്ക് പതിയെ നമ്മുടെ മെമ്മറി ലോസ് വരും. അത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുള്ളതാണ്. ആ സമയത്ത് നീ ആരാണ്, എന്താ പേര്, ഞാൻ ഓർക്കുന്നില്ലല്ലോ എന്ന് പറയുന്ന കാലഘട്ടം വരെ വെയിറ്റ് ചെയ്യരുതേ. അതിന് മുന്നേ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർത്തതിന് ശേഷം ആ ഓർമ്മയില്ലായ്മയിലേക്ക് പതിയെ മടങ്ങുക. അൺകണ്ടീഷണൽ ലവിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല ചുമ്മാ പറയുന്ന. അതല്ലേ? ചുമ്മാ പറയുന്ന കേട്ടോ. അത് ഞാൻ എല്ലാവരോടും പറയുവാണ്. എല്ലാ പെൺകുട്ടികളോടും ആൺകുട്ടികളോടും വിഡ്ഢികളായിട്ടിരിക്കുന്ന ഇപ്പം ഈ ഒരു ഏജ് ഗ്രൂപ്പിലിരിക്കുന്ന എല്ലാവരോടും പറയുകയാണ്, അങ്ങനെയൊരു സാധനം ഇല്ല. അൺകണ്ടീഷണൽ ലവ് എന്നൊക്കെ അതൊക്കെ ടെമ്പററിയാണ്. അപ്പം തോന്നുന്ന ഒരു സാധനമാണ് ഈ പ്രണയം എന്ന് പറയുന്ന ഒരു സാധനം. തലയ്ക്ക് പിടിക്കുമ്പോൾ തോന്നുന്ന സാധനമാണ് അൺകണ്ടീഷണൽ ലവ്. അതെല്ലാം മാറും, ആൾക്കാർ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഞാൻ അങ്ങനത്തെ ഒരാളല്ല കേട്ടോ. എനിക്ക് അത് അൺകണ്ടീഷണൽ ലവ് ചിലർക്ക് പറ്റും. അത് ഇപ്പം നിങ്ങളൊരു 1,00,000 പേരെ എടുത്താൽ
രണ്ടുപേർക്കായിരിക്കും അത് പറ്റുക. ഇപ്പം ഒരു കാറ് വാങ്ങിക്കുന്നു, BMW വാങ്ങിച്ചിട്ട് അതിൻ്റെ കുറച്ച് നാൾ അത് വാങ്ങിക്കുമ്പോൾ ഭയങ്കര സ്നേഹത്തോടുകൂടി കാറിനെ കൊണ്ടു നടക്കുന്നവരില്ലേ, അതിനെ ഭയങ്കര കുഞ്ഞു പോലെ കൊണ്ടു നടക്കും. പക്ഷേ 2-3 വർഷം കഴിയുമ്പോൾ അതിനേക്കാൾ ബെറ്റർ എഡിഷൻ ഇറങ്ങും, വേറെ വലിയ കാറുകൾ ഇറങ്ങും. അപ്പോൾ പതിയെ നോട്ടം അങ്ങോട്ട് മാറും. നമ്മുടെ ഫിനാൻഷ്യൽ ലെവൽ അനുസരിച്ച് മാറുന്നതിനനുസരിച്ച് അത് വാങ്ങാൻ പറ്റിയില്ലെങ്കിലും അതിലേക്ക് നോട്ടം അപ്പോൾ ഇതിനോടുള്ള ഇഷ്ടം കുറയും. അതാണ് പ്രപഞ്ച സത്യം. ഇതൊരു സൈക്കിളാണ്. ഒന്നും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നില്ല, നമ്മുടെ ഇഷ്ടങ്ങളും ഇല്ല. പക്ഷേ ചിലരിൽ മാത്രം നിൽക്കും. അങ്ങനെയുള്ളവരെ നിങ്ങൾക്ക് കിട്ടുമോ? കിട്ടുന്നവൻ ഭാഗ്യവതി. പക്ഷെ കിട്ടില്ല. അത് കിട്ടിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയുകയില്ല. അതാണ് ശരിക്കുള്ള സത്യം. ആർക്കെങ്കിലും കിട്ടിയെന്ന് വെച്ചോ, ആ സത്യം തിരിച്ചറിയാതെ, അതിൻ്റെ വാല്യൂ തിരിച്ചറിയാതെ അവരിട്ടിട്ട് പോയിട്ട് ഏതെങ്കിലും ഒരു കുപ്പത്തൊട്ടിൽ വീണിട്ടുണ്ടാവും. തോന്നിയിട്ടുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട്. ഒരുപാട് പേരിൽ വളരെ കുറച്ച് ആൾക്കാരെ അങ്ങനെ ഉള്ളൂന്നും അങ്ങനെയുള്ളവർക്ക് പലപ്പോഴും അതിൻ്റെ വാല്യൂ തിരിച്ചറിയില്ല എന്നുള്ളതും സത്യം തന്നെയാണ്. ഇപ്പം ഷീലുവിൻ്റെ സ്റ്റോറി ഒരു സിനിമയാവുകയാണെങ്കിൽ അതിനെന്താ പേരിടുക? ആലോചിക്കേണ്ടതായിട്ട് വരും. കുറച്ച് ആലോചിച്ച് തീരുമാനിക്കണം. ഇന്ന ആൾ ചെയ്താൽ നന്നായിരിക്കും, അങ്ങനെ തോന്നുന്നുണ്ടോ? അപ്പം സ്വന്തം ബയോപിക്ക് സ്വന്തമായിട്ടല്ല ഞാൻ തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും best. ആണല്ലേ? എനിക്ക് എന്നെ കംപ്ലീറ്റ്ലി അറിയുള്ളൂ. എന്നെ ആർക്കും അറിയില്ല സത്യത്തിൽ. അങ്ങനെ അറിയാത്തൊരു കാര്യം എന്താ? ആളുകൾക്ക് അറിയില്ല ഈ കാര്യമൊന്നും. ഈ കാര്യം ആൾക്ക് അറിയില്ല. ദിസ് ഇസ് സംതിങ് ലൈക്ക് ഹിഡൻ എന്നല്ല ഞാൻ പറയണേ, അങ്ങനെ അറിയാണ്ട് ഇരിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് ഈ പറഞ്ഞ പോലെ ഈ കാറ് മേടിക്കുന്ന കാര്യം പറഞ്ഞില്ലേ, അപ്പം എനിക്കൊരു വണ്ടിയുണ്ട്. അപ്പം ഞാൻ എന്താണെന്ന് പറയുകയാണ്, വണ്ടിപ്രിയാണോ? അല്ല അല്ല. പക്ഷെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ സ്പേസ് വേണം. അപ്പം അതിലെനിക്കൊരു വണ്ടി വേണം. എനിക്കൊരു റൂമുണ്ടെന്ന് പറഞ്ഞാൽ എനിക്കൊരു വണ്ടി. ആ വണ്ടി എൻ്റെ 3ാമത്തെ കുട്ടിയാണ്. ഞാൻ എന്താണെന്ന് പറയുകയാണ് കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ എൻ്റെ വണ്ടിയുടെ മഹത്വം പറയല്ല. എനിക്ക് 2 മക്കളുണ്ട്, മോളും മോനും ഉണ്ട്. ഈ വണ്ടി എൻ്റെ 3ാമത്തെ കുട്ടിയാണ്. എൻ്റെ ഹസ്ബൻഡ് എനിക്ക് വാങ്ങി തന്ന ഗിഫ്റ്റാണ്. എൻ്റെ ഇഷ്ടപ്രകാരം എനിക്കിഷ്ടമുള്ള കളറുള്ള എനിക്കിഷ്ടമുള്ളൊരു പ്രീമിയം വണ്ടി. പക്ഷേ ആ വണ്ടി മേടിച്ചിട്ട് ഇപ്പോൾ 3 വർഷമായി. ഇതുവരെയും വേറെ ആരും വണ്ടി കഴുകിയിട്ടില്ല. ഞാൻ മാത്രമേ എന്നെ കുളിപ്പിച്ചിട്ടുള്ളൂ. സർവീസിന് കൊടുക്കുമ്പോൾ മാത്രം അവർ ചെയ്ത് തന്നിട്ടുള്ളത് ഒഴിച്ചാൽ ഞാൻ മാത്രം കുളിപ്പിച്ചിട്ടുള്ളൂ അവനെ. ഞാനതിനകം ക്ലീൻ ചെയ്തിട്ടുള്ളൂ. ഞാൻ മാത്രമേ ഓടിച്ചിട്ടുള്ളൂ. ഒരാൾ ഓടിച്ചിട്ടുണ്ട്, എൻ്റെ മോൻ ഓടിച്ചിട്ടുണ്ട്. അതും വളരെ കുറച്ച് അവിടെയൊക്കെ തന്നെ മാത്രം 1-2 പ്രാവശ്യം, അല്ലാതെ വേറൊരാളും കൂടി ഓടിച്ചിട്ടുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, പക്ഷേ ഇതിനേക്കാൾ ഒത്തിരി വലിയ വണ്ടികൾ പിന്നീട് ഇറങ്ങി. എന്നോട് ഹസ്ബൻഡ് വേണമെന്ന് ചോദിച്ചു, വേറെ വണ്ടി വേണമെന്ന് ചോദിച്ചു. റിച്ചാണല്ലോ പുള്ളി, മേടിച്ച് തരുമല്ലോ. പക്ഷെ എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ആ വണ്ടി മാറ്റി, ആ വണ്ടി എൻ്റെ കൂടെ ഇല്ലാതിരിക്കുന്നത് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. അത്ര ഇമോഷണലി അറ്റാച്ച്മെൻ്റ് ഉള്ള ആളാണ് അല്ലേ? സെൻറ്റിമെൻ്റൽ ആയിട്ടുള്ള ആളാണ്. അതാണ് ഞാൻ. ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെയാണ് സത്യം. അപ്പം ഞാൻ പിള്ളേരോട് പറഞ്ഞു, അപ്പോൾ എൻ്റെ വീടിൻ്റെ മെയിൻ പോർച്ചിലാണ് ഈ വണ്ടി കിടക്കുന്നത്. ബാക്കി വണ്ടികളൊക്കെ മറ്റേ സൈഡിലാണ്. ഞാൻ പറഞ്ഞു, മമ്മി മരിച്ചു പോയി കഴിഞ്ഞാലും ഈ വണ്ടി ഇവിടെ ഉണ്ടാകും, നിങ്ങളിത് ആർക്കും കൊടുത്തേക്കല്ലേ. ആണ് ഞാൻ. ടിഷ്യൂ വേണോ? അപ്പോൾ മക്കളെടുത്തുള്ളൊരു റാപ്പ് അങ്ങനെ ഇപ്പോൾ കേട്ടെടുത്തോളം എനിക്കൊരു കൂൾ മോം വൈബാണ് എന്ന് മനസ്സിലാക്കണം. പക്ഷേ ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്സ്, നമുക്കറിയാത്ത കുറേ ഷിപ്സൊക്കെ ഉണ്ടല്ലോ. സിറ്റുവേഷൻ ഷിപ്സ് ഉണ്ട്, വേറെ കുറേ നാനോ ഷിപ്പ് ഉണ്ട്. അപ്പോൾ പുതിയ കുറേ ടേംസ്, അവരുടെ ജെൻസീസിൻ്റെയൊക്കെ ലാംഗ്വേജ്, പിന്നെ മിക്കവാറും ആൾക്കാരും തെറാപ്പി എടുക്കുന്ന, അങ്ങനെയൊക്കെ തെറാപ്പി പോകണം എന്ന് വിചാരിക്കുന്നത്. അപ്പം എങ്ങനെയാണ് ശരിക്കും അവരെ ഹാൻഡിൽ ചെയ്യണത്? അവരൊരു ടീനേജേഴ്സ് അല്ലേ, ടീനേജേഴ്സൊക്കെയാണ്. അപ്പം എങ്ങനെയാണ് ആ ഒരു റാപ്പ്? അല്ല, ഞാൻ അവരുടെ അടുത്ത് സ്ട്രിക്റ്റ് മദറല്ല. ഓക്കെ, ഞാൻ അവരുടെ അടുത്ത് വാല്യൂസ് മാത്രം പറഞ്ഞു കൊടുക്കും. അതിൽ ഞാൻ സ്ട്രിക്റ്റാണ്. വാല്യൂസ് അത് നമ്മൾ ഇപ്പം പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവർക്ക് ഒരിക്കലും ലൈഫിലുണ്ടാവില്ല. ഒരു ചെറിയ ദൈവവിശ്വാസം, അതിൽ മതമില്ല, ഈശ്വരനുണ്ട്, പവർ. അതാണ് ഞാൻ പഠിപ്പിക്കാറുള്ളത്. മതത്തിനെ പറ്റി ഒരിക്കലും, പിന്നെ ഞങ്ങൾ ക്രിസ്ത്യാനികളായിട്ട് വളർന്നത് കൊണ്ട് അത് ഫോളോ ചെയ്യുന്നു. അതുകൊണ്ട് വേറെ ദൈവങ്ങളെ വിശ്വസിക്കരുതെന്നല്ല, പള്ളി ഫോളോ ചെയ്യുന്നു. പിന്നെ ഇഷ്ടങ്ങളും അവരുടെ ആസ് ആൻ ഇൻഡിവിജ്വൽ ഞാൻ അവരെ വളർത്തുന്നു. അവരുടെ ഇഷ്ടങ്ങൾ തെറ്റാണെന്ന് തോന്നിയാൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഫ്രീഡം കൊടുക്കുന്നു. അവർക്കൊരു സിനിമയ്ക്ക് പോകണമെന്ന് പറഞ്ഞാൽ ഞാനായിരിക്കും കൊണ്ടുവിടുക. തന്നെ പോകണം, തന്നെ പോയിക്കോ, കൂട്ടുകാരുടെ കൂടെ പോകണം, ഏത് കൂട്ടുകാർ ആരെന്നറിയും. അങ്ങനെ എൻ്റെ ഒരു കൺട്രോളിൽ നിന്നുകൊണ്ട് എന്നും പറഞ്ഞാൽ അവർക്ക് ഫീൽ ചെയ്യരുത് ഞാൻ അവരെ കൺട്രോൾ ചെയ്യുവാണെന്ന്. പക്ഷെ ഞാൻ അറിയും
അവരാരോടാണ് കൂട്ടുകൂടുന്നത്, അവരെവിടെയാണ്, എന്നതാണ്, അവരുടെ റിലേഷൻഷിപ്പ് വാല്യൂസ്. ഞാൻ പിന്നെ എപ്പോഴും എന്നെ സ്നേഹിക്കൂ എന്ന് ഞാൻ ഒരിക്കലും പറയാറില്ല. എന്നെ അവരുടെ അപ്പനെ സ്നേഹിക്കൂ എന്ന് പറയും. കാരണം അദ്ദേഹം സ്നേഹിക്കപ്പെടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവരാൽ. സോ അങ്ങനെ എന്നോട് അവർ ഓട്ടോമാറ്റിക്കലി അപ്പനെ അവരെന്ന് സ്നേഹിച്ച് തുടങ്ങുന്നു, അപ്പൻ അവരെ എന്ന് സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിൽ നിന്ന് അവർ അമ്മയോട് ഓട്ടോമാറ്റിക്കലി സ്നേഹിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അപ്പൻ്റെ സ്നേഹം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പെൺകുട്ടികൾക്ക് കൂടുതൽ. എക്സ്പ്രസീവ് ആണോ ഹസ്ബൻഡ്? ഭയങ്കരമായിട്ട്, അതെ. എല്ലായേക്കാൾ കൂടുതൽ. അദ്ദേഹം ഭയങ്കരമായിട്ട് കുട്ടികളെ, മോളെ കൂടുതലും എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് കൂടുതൽ നോ പറയുന്നത് ശീലവും ഞാനാണ് കൂടുതൽ അത് എല്ലാ വീട്ടിലും അമ്മമാരായിരിക്കും. പിന്നെ ഞാൻ കൂടുതലും ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഞാൻ കുട്ടികളുടെ അടുത്ത് ഞാൻ അത് വാല്യൂസും കൂടെ അറിയാം. പറയാറുണ്ട്. അങ്ങനെ എല്ലാം മേടിച്ചു കൊടുക്കരുത്. കാരണം അവരറിയണം, പൈസയുടെ വാല്യൂ അറിയണം. ഇതൊന്നും ഇല്ലാത്ത ഒത്തിരി കുട്ടികളുണ്ട്. ഞാൻ ചെറുപ്പത്തിൽ ഇതൊന്നും ഇല്ലാതെ വളർന്നതാണ്. അപ്പോൾ എനിക്ക് ആ വാല്യൂസ് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇന്നും എനിക്ക് സഹജീവികളോട് കരുണ തോന്നുന്നതും ഞാൻ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നതും ഒക്കെ. എന്തുകൊണ്ടാണ്? ഇതിൻ്റെ വാല്യൂ അറിയണം. ഭക്ഷണത്തിൻ്റെ വാല്യൂ ആണെങ്കിലും ഇത് ചുമ്മാ എടുത്തങ്ങ് കളയുക, അങ്ങനെയൊന്നും, അതൊക്കെയാണ് ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്നത്. വാല്യൂസ് എല്ലാത്തിൻ്റെയും, പൈസയുടെ വാല്യൂ, ഭക്ഷണത്തിൻ്റെ വാല്യൂ, വസ്ത്രത്തിൻ്റെ വാല്യൂ, നമ്മുടെ വീട്, നമുക്കൊരു വീടുണ്ടെങ്കിൽ അത് വീടില്ലാത്ത എത്രയോ ആൾക്കാരുണ്ട്. അപ്പം അല്ലാതെ നമ്മൾ ചുമ്മാ ഈ പുറമേ കൂടെ ഉള്ള ഈ ഇപ്പോഴത്തെ കുട്ടികളുണ്ടല്ലോ, നിൻ്റെ വീട്ടിൽ ഏത് വണ്ടിയുള്ളത്, നിൻ്റെ വീട്ടിൽ അതുണ്ടോ, അതിലല്ല ഞാൻ വാല്യൂസ് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ മക്കൾ രണ്ടുപേരും ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അവരിപ്പോൾ ഈ ടീനേജിൽ എത്തി നിൽക്കുന്ന, ഒരാൾ ടീനേജ് കഴിയാൻ പോകുന്നു. ഞാൻ നല്ലൊരു മദറാണ്, അല്ലെങ്കിൽ എൻ്റെ മക്കൾ രണ്ടുപേരും നല്ല കുട്ടികളാണ് എന്ന് എനിക്ക് പ്രൗഡ്ലി പറയാൻ പറ്റും. അവരെ ഡീൽ ചെയ്യുന്ന എല്ലാവരും ടീച്ചേഴ്സ് ആയിക്കോട്ടെ, എന്തൊരു നല്ല മോനാണ്, അതൊരു നല്ല മോളാണ് എന്നാണ് എന്നോട്. അപ്പോൾ അവിടെ ഞാൻ പ്രൗഡ് മദർ, അവിടെയാണ് ഞാൻ. അല്ലാതെ ഇപ്പം അവരുടെ വേറെ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവർ നല്ല കുട്ടികൾ, നല്ല മനുഷ്യനായിട്ട് വളരുക, മറ്റ് സഹജീവികളോട് നന്നായി പെരുമാറുന്ന, സ്നേഹിക്കുന്ന, എല്ലാവർക്കും എല്ലാം കൊടുക്കുന്ന, ഗിവറായിരിക്കും. അതല്ലേ, അങ്ങനെയാണ് ഞാൻ വളർത്തി. ഇപ്പം അമ്മ ആക്ടറാണ്, പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട് സ്വന്തമായിട്ട്. ഇപ്പം നെപ്പോ കിഡ്സിനൊക്കെ വളരെയധികം പ്രാധാന്യമുള്ളൊരു കാലഘട്ടമാണ്. അപ്പോൾ അങ്ങനെ ജോക്സ് അപ്പാർട്ട്, മക്കൾക്ക് ആർക്കെങ്കിലും അങ്ങനെ സിനിമയോട് എന്തെങ്കിലും ഇഷ്ടമോ അങ്ങനെ? ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല. മോൾക്ക് കുറേ ഓഫേഴ്സൊക്കെ വന്നു. അപ്പോൾ കണ്ടാൽ കുറച്ച് ക്യൂട്ട് കുട്ടിയാണ്. അപ്പോൾ അമ്മയെ പോലെയാണ്. ക്യൂട്ട്നെസ് ഉണ്ട് അവൾക്ക്, പ്രിട്ടിയാണ്. അപ്പോൾ അവൾക്ക് കുറച്ച് ഓഫേഴ്സൊക്കെ വന്നു 2 വർഷമായിട്ട്. ഓക്കെ. അപ്പോൾ ഞാൻ അവളെ പഠിക്കട്ടെ, കാരണം എനിക്ക് അതിനെ കൊണ്ടുവന്ന് ഇങ്ങനെ എഡ്യൂക്കേഷൻ ഭയങ്കര ഇല്ല. ഈ എഡ്യൂക്കേഷൻ ഭയങ്കര ബുദ്ധിമുട്ടിക്കൽ എന്നതിലുപരി എന്താണെന്ന് വെച്ചാൽ ഞാൻ അവർക്ക് തോന്നിയിട്ട് വരട്ടെ. പിന്നെ അല്ല, ഇതിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ഹാപ്പിനെസ് കിട്ടണം എന്നില്ല. ഞാൻ ഇതിൽ വന്ന് അങ്ങനെ ഭയങ്കര ഹാപ്പിനെസ് കിട്ടിയ ഒരാളല്ല. നമുക്ക് ഒത്തിരി വിഷമങ്ങളും, പിന്നെ നമ്മൾ ഇടയ്ക്ക് വെച്ച് നിർത്തി കരിയർ നിന്ന് പോയി നമ്മൾ ഡിപ്രസ്ഡായി പോകേണ്ട ഒരവസ്ഥ വരാം സിനിമയിൽ. എന്നും നമ്മളിങ്ങനെ പോവില്ല. സിനിമയിൽ ഒരിക്കലും പെർമനൻ്റ് ആയിട്ട് നമുക്കൊരു ജോലി ഉണ്ടാവില്ല. അപ്പോൾ കുട്ടികൾ ആദ്യം പഠിച്ച് അവരുടെ ഒരു കരിയർ ഫോം ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് പാഷൻ ഉണ്ടെങ്കിൽ ഒരു സിനിമ ചെയ്യാം. അത് നല്ലതായും നല്ലതില്ലെങ്കിലില്ല, വിട്ടിട്ട് വേറെ നമ്മുടെ ലൈഫിലേക്ക് പോവുക എന്നുള്ള രീതിയിലാണ് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതും അവരെ വളർത്തുന്നത്. അതുകൊണ്ടാണ് ഇതുവരെയും ഒരു സിനിമയിൽ പോലും, നമ്മുടെയൊക്കെ സിനിമകളിൽ അവർക്ക് മുഖം കാണിക്കാമായിരുന്നിട്ടും അങ്ങനത്തെ റോളുകൾ ഉണ്ടായിരുന്നിട്ടും നമ്മൾ ആ ഏജ് ഗ്രൂപ്പിലുള്ള വേറെ കുട്ടികളെയാണ് കാസ്റ്റ് ചെയ്തത്. 2 പേരെ ഞാൻ ഇട്ടിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അവരെ അങ്ങനെ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കാൻ താല്പര്യമില്ല. എനിക്ക് അവരെ വിഷമിപ്പിക്കണ്ട. എൻ്റെ മക്കളെ എനിക്ക് ലെറ്റ് ദം ബി ഹാപ്പി. അവർ ജീവിതം എൻജോയ് ചെയ്യട്ടെ. സിനിമയിൽ വന്ന് അങ്ങനെ വിഷമിച്ച് അവരെ എനിക്ക് കാണാൻ, ഒന്നുമാകാതെ പോകുന്നത് കാണാനും, അതെല്ലാം ഞാൻ അവരെ അതുപോലെ ബോൾഡായതിന് ശേഷം അവരുടെ ബ്രെയിന് അത് ടേക്കപ്പ് ചെയ്യാനുള്ള ഒരു ലെവലിലേക്ക്, എന്ന് പറഞ്ഞാൽ അതിൽ വന്നാൽ നമുക്ക് തോൽവികൾ വരും. ആ തോൽവി അംഗീകരിക്കാൻ പറ്റുന്ന ഒരു ലെവലിൽ അവരെ എത്തിച്ചതിന് ശേഷം ഞാൻ കൊണ്ടുവരുള്ളൂ. തോൽവി വരുമ്പോൾ അവർക്ക് ചിരിക്കാൻ പറ്റണം. ഇറ്റ്സ് ഓക്കെ, പറയാൻ പറ്റണം. അല്ലെ അത് അവർ കരയുന്നത് കാണാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. എൻ്റെ മക്കൾ 2 പേരും മിടുക്കരാണ്, അഭിനയിക്കാൻ പറ്റുന്നവരാണ്, നല്ല സ്ക്രീൻ ലുക്ക് ഉള്ള ഒരാളാണ്. മോളിപ്പം ബോംബെയിൽ ആക്ടിങ് ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അനുപം കെയറിൻസ്. ഞാൻ പറഞ്ഞവളോട് നീ ആദ്യം പഠിച്ചിട്ട് വേണം വരാൻ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വന്ന പോലെ വരരുത്, എല്ലാം പഠിച്ചിട്ട് പ്രോപ്പറായിട്ട് വരണം.
അന്നേരമാണ് അതിനുള്ളൊരു അങ്ങനെ ഞാൻ കൊണ്ടുവരുള്ളൂ. അത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കിട്ടാതെ പോയത് മക്കൾക്ക് കൊടുക്കും. ഞാൻ വന്ന അതേ വഴിയിൽ അവരെ കൊണ്ടുവന്നിട്ട് ഞാൻ നല്ലൊരു മദർ എന്ന് പറയുന്നതിൽ കാര്യമില്ല. എനിക്ക് കിട്ടാതെ പോയ നന്മകൾ, എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റാതെ പോയ അവസരങ്ങളൊക്കെ അവർക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നതിലാണ്. എവിടെ എൻ്റെ ലൈഫിൽ വന്ന മിസ്റ്റേക്കുകൾ ഞാൻ അവരുടെ ലൈഫിൽ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ പാകത്തിന് ഞാൻ ഫോം ചെയ്യുമ്പോഴാണ് ഞാനൊരു അമ്മയാണ്. അമ്മയാവുന്നത്. അല്ലേ? ഒരു 10 years കഴിയുമ്പോൾ ഷീലു എവിടെ ഉണ്ടാവും? എന്ത് ചെയ്യായിരിക്കും? Where do you see yourself after 10 years? ഞാൻ ഒരു സോഷ്യൽ വർക്കർ ആവണമെന്ന് ഭയങ്കര ആഗ്രഹം. ഒരു ഓൾഡ് ഏജ് ഹോം ഒക്കെ നടത്തി ആ മക്കൾ നോക്കാത്ത അപ്പനമ്മമാരെ സ്നേഹിക്കണം എന്നൊക്കെ ആഗ്രഹമാണ്. ഇപ്പോഴും ഞാനത് 1-2 വർഷം മുന്നേ ഞാനിങ്ങനെ ശ്രമിച്ചിരുന്നു. പക്ഷേ എനിക്ക് തോന്നിയ ഒരു കാര്യം, അത് എത്രത്തോളം നമ്മുടെ കേരളത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. കാരണം ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ, നന്മ ചെയ്യുന്നതിനെ തിന്മയാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ചെളി വാരി എറിയും, നമ്മളെ കല്ലെറിഞ്ഞ് ഓടിക്കും. അതെനിക്കൊരു പേടിയാണ്. എനിക്ക് പച്ചയായ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന അവരുടെ കൂടെ ആയിരിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. അതാണ് ശരിക്കും 10 വർഷം കഴിയുമ്പോൾ ഉണ്ടാവുക അല്ലേ? അല്ലാണ്ട് എനിക്ക് ഈ പൈസയൊക്കെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ വലിയൊരു മാളികപ്പുറത്ത് കയറി ഇരിക്കണം എന്നൊന്നുമല്ല ആഗ്രഹം. എനിക്ക് ഫേക്ക് അല്ലാത്ത കുറേ മനുഷ്യന്മാരുണ്ടാവും, സത്യസന്ധരായിട്ടുള്ള കുറച്ച്. ഈ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് കഴിയുമ്പോൾ ഓർമ്മയൊക്കെ നശിച്ചു അവരുടെ ഓർമ്മകളെ ഉണർത്താൻ പറ്റുന്ന ഒരാളായിട്ട്, അവർ മറന്ന ഓർമ്മകളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒരാളായിട്ട് ആഗ്രഹം. അങ്ങനെ ചെയ്യാൻ പറ്റട്ടെ. ഈ ഷോൻ്റെ പേര് യു ഇൻ യു എന്നാണ്. അതായത് നിങ്ങളുടെ ഉള്ളിലെ നിങ്ങൾ. ഇപ്പം ഇത്രയും നേരത്തെ ഒരു കോൺവെർസേഷനിൽ ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു ഷീലുവിനെയാണ് കണ്ടത്. അപ്പോൾ വാട്ട് ഇസ് യു ഇൻ യു എന്ന് ചോദിച്ചാൽ, ഷീലുവിൻ്റെ ഉള്ളിലുള്ള ഞങ്ങളാരും ചിലപ്പോൾ കണ്ടിട്ടില്ലാത്ത, ഇനിയും കണ്ടിട്ടില്ലാത്തൊരു ഷീലു, യു ഇൻ യു എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം? ഞാൻ ഈ എൻലൈറ്റൻമെൻ്റ് എന്ന് പറയുന്ന ഒരു വേർഡ് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. എല്ലാവർക്കും അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. എനിക്ക് അവിടെ എത്തില്ല എല്ലാവരും എന്ന് തോന്നുന്നു. അതിലെത്തണമെങ്കിൽ നമുക്ക് കുറച്ച് ക്വാളിറ്റീസ് ഉണ്ടാവണം. എല്ലാവർക്കും അതെന്താണെന്ന് മനസ്സിലാവുകയില്ല. എനിക്ക് അതിലേക്ക് ഞാൻ എത്തിക്കൊണ്ടിരിക്കുവാണോ എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. കാരണം ഞാൻ ചിന്തിക്കുന്ന രീതിയിലൊന്നും എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ ചിന്തിക്കണില്ല. ഞാൻ പറയുന്നത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ വേറെ എവിടെയോ എത്തിയെന്നാണ്. അപ്പം എനിക്ക് ഇപ്പം വന്നിട്ട് അത് കൂടുതൽ ഫീൽ ചെയ്യുന്നത്, എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന് പോലും ഞാൻ എന്താ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. മനസ്സിലായോ? ഞാൻ ഇവോൾവ് ചെയ്ത് വേറൊരു അപ്പം ഞാൻ പറയുന്നത് സത്യമാണ്, കാര്യങ്ങളാണ് പറയുന്നത്, പക്ഷെ അവരത് സത്യമല്ല എന്നാക്കുവാണ്, അവർ ഹൈഡ് ചെയ്യുവാണ്. അപ്പം എനിക്ക് വരുന്ന ഒരു ഫീലുണ്ടല്ലോ. അപ്പം ഞാൻ എവിടെയോ, അതാ ഞാൻ പറഞ്ഞ മേ ബി 10 വർഷം കഴിയുമ്പോൾ ഞാൻ എത്തിപ്പെടുന്നത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്ന കേട്ടോ, ഇപ്പോഴത്തെ എൻ്റെ ഒരു, എനിക്കറിയില്ല, ചിലപ്പം വേറെ എന്തെങ്കിലും ആവുമായിരിക്കും. പക്ഷെ ഇനി ഇപ്പോഴത്തെ നമുക്ക് പറയുന്നത് ഒരു പക്ഷേ ഞാനിപ്പം ഈ ഓർമ്മ, ഭയങ്കര ഓർമ്മയിൽ ഫേക്കായിട്ട് ജീവിക്കുന്ന, അവർക്ക് ഒരുപാട് ഓർമ്മകളുള്ളത് കൊണ്ടും ഒരുപാട് ബ്രെയിൻ പ്രവർത്തിക്കുന്നതുകൊണ്ടുമാണ് അവർക്ക് ഫേക്ക് ആവാൻ പറ്റുന്നത്. 10 വർഷം കഴിയുമ്പം ഈ ഓർമ്മകളുടെ സെല്ലുകളൊക്കെ നശിച്ചു പോയ പ്രായമായ ആൾക്കാരുണ്ടല്ലോ, അവർ ഭയങ്കര ഇന്നസെൻ്റ് ആയിരിക്കും. അവരെ അവർക്ക് സ്നേഹം കൊടുത്താൽ അവർ ഭയങ്കര സത്യസന്ധമായിട്ടുള്ള സ്നേഹം നമുക്ക് തിരിച്ചു തരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ചിലപ്പോൾ ഈ എൻലൈറ്റൻമെൻറ്റ് വളർന്ന് പോയിന്റിലെത്തുമ്പോൾ ഞാൻ അവരിലെത്തുമായിരിക്കും. കാരണം എനിക്ക് ഇവിടെ ഉള്ള ഫേക്കായിട്ടുള്ള മനുഷ്യന്മാരെ കൂടെ എനിക്കായിരിക്കാൻ പറ്റാതെ വരില്ല. അതിന് മാച്ചല്ല അല്ലേ? അതിനാണ് ഞാൻ പറയുന്നത്. ഈ ചില ആൾക്കാർ ഇരുന്ന് പറയില്ല, അപ്പോൾ ചിലർ പറയും ഇവർക്ക് ഭ്രാന്താന്ന് പറയും. കേട്ടിട്ടുണ്ടോ? സത്യത്തിൽ ഭ്രാന്തി ഇവർക്കല്ല. അവർക്ക് ഭ്രാന്തിനെ മനസ്സിലാക്കാനുള്ള ബുദ്ധി വളർച്ച, അല്ലെങ്കിൽ അവരുടെ ബ്രെയിൻ അവരെ ഫേക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ് എന്നാണ് ഞാൻ മനസ്സിലാവുന്നത്. അപ്പം എൻലൈറ്റ്മെൻറ്റിലേക്കാണ് അല്ലേ, ഉള്ളിലേക്ക് നോക്കുമ്പോൾ അതാണ് കൂടുതൽ കാണാൻ പറ്റും. അത് ഇപ്പം എന്നോട് ചോദിച്ചില്ലേ, എന്നെ അറിയാത്ത വേറെ എന്താണുള്ളത്. അപ്പം എനിക്കറിയില്ല ഷിബിലേക്ക് അത് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ സംസാരിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ? സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം ഷീലു ഫീൽ ചെയ്യുന്ന അതേ ഇൻറ്റൻസിറ്റിയിലാണ് ഞാൻ ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കാം. ബട്ട് ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഉള്ളിലേക്ക് നോക്കുമ്പോൾ കുറച്ചും കൂടെ സ്പിരിച്വൽ ആയിട്ടുള്ള, കുറച്ചും കൂടെ എൻലൈറ്റഡ് ആയിട്ടുള്ള ആളെയാണ് കാണുന്നത്. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്?
ഒരു എൻലൈറ്റ്മെന്റ് ആണ്. അതായത് എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഐ എം അറ്റ് പീസ് എന്നുള്ളൊരു അവസ്ഥയുണ്ട്. എന്ന് കാണുന്നേ ഞാൻ അങ്ങനെയാണ് കേട്ടോ അല്ല അല്ല ആ അത് ഓക്കെ, അത് വലിയ കാര്യമാണ്. ചില ആൾക്കാരുണ്ടല്ലോ സ്പിരിച്വൽ എന്ന് പറയുമ്പോഴേ പോയിട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, അത് ആ സാധനം ഉണ്ടല്ലോ. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് നിങ്ങളെല്ലാവരും പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. അത് നിങ്ങൾ ഏത് അവസ്ഥകളിൽ ഇരുന്നാണ് അത് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആൻഡ് ഐ എം പീസ് വിത്ത് ഇറ്റ്. അതായത് എനിക്ക് പെട്ടെന്ന് ചാടി കയറി എന്തെങ്കിലും ചെയ്യണമെന്നോ പറയണമെന്നോ ഒന്നും തോന്നുന്നില്ല. ഐ എം പീസ് വിത്ത് മൈ ലൈഫ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അതാണ്, അതായത് നമ്മൾ ഫൊഗീവ് ചെയ്ത് നമ്മളൊന്നും ഹോൾഡ് ചെയ്യാതെ ഒരു ബാഗേജസും ഇല്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥേനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം എനിക്ക് അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് മറ്റുള്ളവർ എന്നെ മനസ്സിലാക്കാത്ത ഒരു സത്യം അതാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത് ബി ഇൻ പീസ്. ആ ഒരു പീസ് നമുക്ക് കിട്ടുന്ന എപ്പോഴാണ്? നമ്മൾ ഈ പറഞ്ഞ ഫേക്കായിട്ടുള്ള ആൾക്കാരിൽ നിന്നെല്ലാം നമ്മളെ ഏറ്റവും അടുത്ത് കൂടെ നിൽക്കുന്നവർ നമ്മളെ ഫേക്ക് ചെയ്യുവാണ്, നമ്മുടെ അടുത്ത് ഫേക്ക് ചെയ്താണ് നിൽക്കുന്നതെന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ സമാധാനം പോകുന്നത്, നമുക്ക് ഉറങ്ങാൻ പറ്റാതെ വരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അവരിൽ നിന്നൊക്കെ മാറി ദർ ഇസ് എ സ്പേസ്. ആ സ്പേസിൽ എത്തിയാലുണ്ടല്ലോ ഭയങ്കര സന്തോഷമായിരിക്കും നമുക്കവിടെ ചുറ്റിനും ലൈറ്റ് മാത്രം ഉണ്ടാവും. നമ്മൾ ഈ ചുറ്റിനുമുള്ള ഫേക്കായിട്ടുള്ള ലോകം കാണില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു ലോകമുണ്ട്. ഈ ഓർമ്മയൊക്കെ പോയി വരുന്ന ആൾക്കാരിൽ ആ ഫേക്ക് ഇല്ല. സെൽസ് അവരുടേത് പ്രവർത്തിക്കുന്ന ഇന്നസെൻസ് മാത്രമായിരിക്കും. അവരുടെ ഉള്ളിൽ കിടക്കുന്ന ഇൻറ്റേർണൽ ഒളിഞ്ഞു കിടക്കുന്ന ട്രോമാസ് ഉണ്ടല്ലോ, ആ ട്രോമയാണ് അവരുടെ ഓർമ്മകളിൽ നിൽക്കുള്ളൂ. ബാക്കിയുള്ള ഈ അപ്പം നേടുന്ന കാണുന്നതിനെ അപ്പാന്ന് വിളിക്കുന്ന ആ സാധനം അവർക്കുണ്ടാവില്ല. അപ്പം അവരിൽ നമ്മളൊന്ന് ഇറങ്ങി ചെന്ന് നോക്കിക്കേ, ഭയങ്കര രസമായിരിക്കും അത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാവും അവിടെ. എങ്ങനെയാണ് വിഷമഘട്ടങ്ങൾ ഹാൻഡിൽ ചെയ്യുക? എപ്പോഴും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇപ്പം ഞാൻ ഷിരുവിനെ നോക്കി കാണുമ്പോൾ ഞാൻ ചിലപ്പോൾ വിചാരിക്കുക വളരെ ഹാപ്പി ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരാളാണ് എന്നൊക്കെ ആയിരിക്കും. പക്ഷെ എല്ലാവർക്കും അവനവൻ്റേതായിട്ടുള്ള അപ്സും ഡൗൺസും ഒക്കെ ഉണ്ടാവും. സൊസൈറ്റി തരുന്നതുണ്ടാവും, ഫാമിലിക്ക് അകത്തു നിന്നുള്ള ചിലപ്പം ബുദ്ധിമുട്ടുകളുണ്ടാവും, സ്വന്തമായി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ടാവും. എങ്ങനെയാണ് അങ്ങനത്തെ സമയങ്ങളിൽ ആരെങ്കിലും ഡിപ്പെൻഡ് ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് വളരെ അടുത്ത സുഹൃത്തുക്കളുണ്ടാവാം ഷെയർ, അല്ലെങ്കിൽ ഹസ്ബൻഡ് തന്നെ ആയിരിക്കാം. എങ്ങനെയാണ് വിഷമഘട്ടങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്? തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പണ്ടൊക്കെ ഹെൽപ്പ് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ഫ്രണ്ട്സിൻ്റെയും ഹസ്ബൻഡിൻ്റെയും വീട്ടിലുള്ളവരുടെയൊക്കെ. പക്ഷേ അത് എൻ്റെ ആ അവസ്ഥ വളരെ മോശമാവാറാണ്. അപ്പം ഇവരുടെ ഹെൽപ്പ് എടുക്കുമ്പോൾ ഞാൻ ആ അവസ്ഥയിൽ നിന്ന് വീണ്ടും മോശമാകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇവർ മനസ്സിലാക്കുന്നില്ല. അവർ നമ്മളിൽ കുറ്റം ആരോപിക്കും, നീയാണ് തെറ്റുകാരി. നമ്മളൊരു പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ എവിടെ ശരി എവിടെ തെറ്റെന്ന് മനസ്സിലാവാതാണല്ലോ നമ്മൾ നിൽക്കുന്നത്. നമ്മൾ പോയിട്ട് നമ്മുടെ പ്രശ്നം വന്നിട്ട് ഞാൻ ഷിബ്ലയോട് പറയുമെന്ന് വെച്ചു, ഷിബ്ല ഞാനിങ്ങനെ ഒരു പ്രശ്നത്തിലാണ്, എൻ്റെ കയ്യിൽ നിന്നൊരു മിസ്റ്റേക്ക് ഉണ്ട്, അല്ലെ അത് എങ്ങനെ കറക്റ്റ് ചെയ്യണമെന്ന് എനിക്കറിയില്ല, ഇന്ന വ്യക്തി എന്നോട് ഇങ്ങനെ ഭയങ്കര മോശമായിട്ട് പെരുമാറിയെന്ന് പറയുമ്പോഴും ഷിബ്ല എന്നോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ്, നീയാണ് തെറ്റുകാരി, നീയാണ് മോശക്കാരി, നീ പോയി മാപ്പ് പറയണം എന്ന് കണ്ടിന്യൂസ് പറഞ്ഞുകൊണ്ടിരുന്നാലും നമുക്ക് അവരോട് എന്താ തോന്നുക? ശരിക്കും ഞാനായിരിക്കില്ല അവിടുത്തെ തെറ്റുകാരി. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? അതുകൊണ്ട് ഇപ്പം പറയാതെ ആരോടും ഞാൻ എൻ്റെ ശരി തെറ്റുകൾ ഞാൻ തീരുമാനിക്കുന്നു, ഞാൻ അതിനെ ജഡ്ജ് ചെയ്യുന്നു, ഞാൻ അതിനൊരു കറക്റ്റ് ചെയ്യണമെങ്കിൽ കറക്റ്റ് ചെയ്യുന്നു, അതിൻ്റെ ഒരു ഡിസിഷൻ ഞാൻ അതിനെ ജഡ്ജാവുന്നു, ഇതെന്നെ വിധി എഴുതുന്നു, അവിടെ തീർന്നു. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് വളരെ വളരെ ഐ എം ലൈക്ക് ടച്ച്ഡ്, ഐ എം ഓവർവെൽംഡ്. ഈ ഒരു കോൺവെർസേഷനിൽ ഇത്ര ജെന്യൂനായിട്ടിരുന്ന് സംസാരിക്കാൻ പറ്റുമെന്ന് ഞാൻ സത്യത്തിൽ വിചാരിച്ചിട്ടില്ല. ഇപ്പോൾ എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോഴൊക്കെ വളരെ സ്വീറ്റ് ആയിട്ടാണ്, മുന്നേയുള്ള ഇൻ്റർവ്യൂവിന് മുന്നേയുള്ള കോൺവെർസേഷനിലെങ്കിലും ഞാൻ വിചാരിച്ചത് കുറേ ഉത്തരങ്ങൾ മനസ്സിൽ കരുതി വന്ന ഒരാളാണ്, ആ ഉത്തരങ്ങൾ തന്നെയാണ് പറയാൻ പോകുന്നതെന്നൊക്കെയായിരുന്നു എൻ്റെ മനസ്സിലുള്ള ചിന്ത. പക്ഷേ നമ്മളെന്താണ് ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും അതിന് ഏറ്റവും ജെന്യൂനായിട്ട് ആൻസർ ചെയ്യുകയും ചെയ്യുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാനൊരു ഭയങ്കര വലിയ ആങ്കറൊന്നുമല്ല, ബട്ട് സ്റ്റിൽ നല്ല കോൺവെർസേഷൻസ് ഉണ്ടാക്കണം, അത് എപ്പോഴും അവിടെ കാണണം. ഏത് കാലത്താണെങ്കിലും ഫറാഷിബ്ല ഷീലുമായിട്ടുണ്ടാക്കിയ ഒരു കോൺവെർസേഷൻ അവിടെ ഉണ്ട്. അങ്ങനത്തെ കുറച്ച് കോൺവെർസേഷൻ ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഈ പോഡ്കാസ്റ്റും ചെയ്തത്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാ സന്തോഷങ്ങളും ഈശ്വരൻ തരട്ടെ, എല്ലാ അനുഗ്രഹങ്ങളും തരട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു ഷിബ്ല.